ഫോട്ടോ വെച്ചിട്ട് പത്രത്തിലൊരു പരസ്യം കൊടുത്താൽ പോരെടാ, അതല്ലേ കുറച്ചും കൂടി നല്ലത്. എന്റെ തന്തയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് എങ്ങും പരസ്യം നൽകേണ്ടുന്ന ഒരു അവസ്ഥയോ ഒരു ഗതികേടോ ഒന്നും വന്നിട്ടില്ല. കാരണം എനിക്ക് ഒറ്റ തന്തയുള്ളൂ, തന്തയെ എനിക്കറിയാം. ഷിബിൽ എന്താടാ, ഉമ്മയ്ക്ക് വേറെ ആണുങ്ങളെ തപ്പി ഇറങ്ങിയതാണെന്നോ, വാപ്പായെ തപ്പി ഇറങ്ങിയതാണെന്നോ? ശരി, ഇറങ്ങിക്കോ. നിന്റെ വാപ്പായെ തപ്പി എന്റെ ചാറ്റ് ബോക്സിലാണോടാ വരുന്നേ? ഉമ്മായം കൊണ്ട് ഇറങ്ങി നോക്കടാ, ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കത്തില്ല വാപ്പാണെന്ന് പറഞ്ഞ്. ശരി, അപ്പോ ഈ ഹൈന്ദവ വിശ്വാസങ്ങളെയും ഹൈന്ദവ ആചാരങ്ങളെയും അവരുടെ ദേവീ ദേവന്മാരെയും ഒക്കെ അവഹേളിച്ചപ്പോൾ എം.എഫ്. ഹുസൈന് ലഭിച്ചത് പൗരത്വമാണ്, പണം ലഭിച്ചു, ആജീവനാന്ത സുഖലോലുപതയിലുള്ള ജീവിതം ലഭിച്ചു. അതൊക്കെ നൽകി ആദരിച്ച രാജ്യത്തിന് അപ്പോ മതേതരത്വത്തെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ എന്തായിരുന്നു? മനസ്സിലായോ? എപ്പോഴും ഇസ്ലാം മതത്തെ സംബന്ധിച്ചു പറയണമെങ്കിൽ, വിമർശിക്കണമെങ്കിൽ ജീവിതം പണയം വയ്ക്കുക തന്നെ വേണം. അതൊരു വലിയ പോരാട്ടമാണ്. ഒരുപാട് നഷ്ടങ്ങളെ ഉണ്ടാകൂ. ഇപ്പൊ മതത്തെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ എനിക്ക് എന്തെല്ലാം കിട്ടുമെന്നറിയാമോ? ഛർദിച്ചത് പിന്നെയും പിന്നെയും വാരി തിന്നുന്ന ഒരു രീതി എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് ശീലിച്ചിട്ടില്ല. പണമുണ്ടാക്കാനുള്ള തട്ടിപ്പും വെട്ടിപ്പും വേലകളും ഒക്കെ ആയിട്ട് നടക്കുന്ന ചില അയ്യൂബന്മാർക്കത് ചേരും, എനിക്കത് ചേരില്ല. സാമ്പത്തികമായി പറ്റിച്ചും വെട്ടിച്ചും ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു, ഞാൻ വിശ്വാസം ഉപേക്ഷിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളം മാറ്റി ചവിട്ടി മുന്നോട്ട് പോകാം. പക്ഷെ മനസാക്ഷിയെ വഞ്ചിച്ചിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോ ഞമ്മന്റെ മതത്തെ തൊടാതെ മറ്റവന്റെ മതത്തെ തൊട്ട് മർമ്മത്തിൽ തന്നെ തൊട്ട് നല്ല കൊടുക്കൽ കൊടുത്തപ്പോൾ അയാൾക്ക് പൗരത്വമൊക്കെ കിട്ടി, സുഖസുന്ദരമായി ജീവിക്കാൻ സാധിച്ചു. 1940കളിലാണ് ഈ എം.എഫ്. ഹുസൈൻ ഒരു ചിത്രകാരനായിട്ട് അറിയപ്പെട്ടു തുടങ്ങിയത്. 52 സൂറിച്ചില് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഏകാംഗ ചിത്ര പ്രദർശനം നടക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ അംഗീകാരം നേടി. വികാരം വ്രണപ്പെട്ടു എന്ന കേസിൽ 2006 ഫെബ്രുവരിയിലാണ് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് വരുന്നത്. ഹിന്ദു ദേവതമാരെയും ഭാരതാംബയെയും ഒക്കെ നഗ്നരായി ചിത്രീകരിച്ചു എന്നതായിരുന്നു അതിനാധാരമായ കേസ്. കുറ്റാരോപിതനായി അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ 1970 വരച്ചതായിരുന്നു. അതിനു മുമ്പ് ഇതിനെതിരായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ 2004 ദില്ലി ഹൈക്കോടതി തള്ളി. പിന്നീട് അപ്പീലിന് പോകുന്നു. അങ്ങനെ 2010 ഖത്തർ ഇദ്ദേഹത്തിന് പൗരത്വം നൽകുന്നത്. നോക്കണം, 1966 പത്മശ്രീ ലഭിക്കുന്നു. 1973 പത്മഭൂഷൺ ലഭിക്കുന്നു. 1991 പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുന്നു. അത് ഹിന്ദു മതവികാരത്തെ വ്രണപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയത്, അദ്ദേഹത്തിന് ഇത്തരം ആദരവുകൾ ലഭിച്ചത്. പക്ഷേ അതിനേക്കാൾ ലോകത്തെ ചിന്തിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു സൽമാൻ റുഷ്ദി. അദ്ദേഹത്തിന് എന്താ ലഭിച്ചത്? തലയ്ക്ക് വില പറഞ്ഞു കൊമേനി ഇറാനെ. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാതെ പോലീസ് പ്രൊട്ടക്ഷനിലായി. ഒടുവിൽ ഒരു പ്രോഗ്രാമിന് കഴിഞ്ഞ ഇടയ്ക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഒരു 21കാരൻ ചാടിയിറങ്ങി പുറപ്പെട്ടതും അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുന്നത്. അതായത് വെള്ള പൂശി നടന്നാൽ നമുക്ക് എന്തും കിട്ടും. അങ്ങനത്തെ ഒരുപാട് ഫിനോയിൽ രമേശന്മാരും കാനഡ അമ്മായിമാരും മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് മുന്നോട്ട് പോകുന്നില്ലേ? അവർക്കറിയാം ഇവിടെ ഇടതനും വലതനും കാണിക്കുന്ന അതേ സമീപനം
നമ്മള് ഇവരെ വെള്ള പൂശി ഇവരെ സുഖിപ്പിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ നാട്ടിൽ നിലനിൽപ്പുള്ളൂ. ഒന്നും നഷ്ടപ്പെടാനുമില്ല. പക്ഷെ എന്നെ പോലെ വിഡ്ഢിത്തം കാണിച്ചാലോ, ഇസ്ലാം മത ഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ തുറന്നു പറയാൻ ശ്രമിച്ചാൽ, ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിച്ചാൽ, രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്ക് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകളെ വളരെ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നഷ്ടങ്ങളുടെ നീണ്ട നിര നമുക്കെതിരെ വരും. മനസ്സിലായോ? വാടക വീടുകൾ കിട്ടത്തില്ല, ഒരു ജോലി കിട്ടത്തില്ല, മക്കളെ പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കില്ല. ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടാൽ പോലും നമ്മുടെ ഈ ഒരു ആശയം ആ മക്കൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളായി വരും. ഭർത്താവിന് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് കുടുംബം പുലർത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. എപ്പോഴാണ് ഇവന്മാരിൽ ഏതെങ്കിലും ഒരു മതഭ്രാന്തൻ കത്തിയും തേച്ച് പിന്നാലെ വരുന്നതെന്ന് അറിയില്ല. എവിടെ ഒരു അനക്കം കേട്ടാലും കത്തി തേക്കുന്ന ഒരു തരം ശബ്ദമുണ്ടല്ലോ, അതെപ്പോഴും കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ഈ തീവ്ര മതവിഭാഗത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ പറയാൻ മടിക്കുമ്പോൾ, മറ്റുള്ളവർ പൂഴ്ത്തി വെക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളത് തുറന്നു പറയുന്നില്ലേ? ഈ MF ഹുസൈന് ഖബറിടം ഭാരതത്തിൽ ഒരുക്കാമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. പിന്നെ MF ഹുസൈന്റെ മക്കൾ അത് നിരാകരിച്ചു. ലണ്ടനിൽ തന്നെ മതിയെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരുപാടായി തൻ്റെ രാജ്യത്തേക്കും മടങ്ങാൻ അദ്ദേഹത്തിന് MF ഹുസൈൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് മടങ്ങി വരണമെന്ന് സാധിച്ചില്ല. അതുകൊണ്ട് ആ രാജ്യത്ത് മയ്യത്ത് ഖബറടക്കണ്ട എന്നവർ തീരുമാനിച്ചു. അങ്ങനെ തൻ്റെ പിതാവിനെ ജീവിച്ചിരുന്ന സമയത്ത് നിർഭയത്വം നൽകാത്ത രാജ്യത്തോട് ഭൗതിക ശരീരം കൊണ്ടുവരുന്നതിനോട് അവർക്ക് മക്കൾക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അത് പിതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന് മക്കൾ പറഞ്ഞു. അതുകൊണ്ട് ലണ്ടനിൽ തന്നെയാണ് മയ്യത്ത് സംസ്കരിച്ചത്. ഇനിയും ഇതുമായി കൂട്ടി വായിക്കേണ്ടുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് സൽമാൻ റുഷ്ദി, രണ്ട് തസ്ലീമ നസ്രീൻ. ഇവർക്ക് ഏത് രാജ്യമാണ് പൗരത്വം നൽകുന്നത്? ഇവർക്ക് എന്ത് അംഗീകാരവും ആനുകൂല്യങ്ങളും അവാർഡുകളും പുരസ്കാരങ്ങളുമാണ് മറ്റു രാജ്യങ്ങൾ നൽകിയത്? ഞങ്ങളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്താ നമുക്ക് ലഭിക്കുന്നത്? ഇത്രയും വർഷമായി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് പല വിഷയങ്ങളും, എത്ര ഗ്രന്ഥങ്ങളുണ്ടെന്നറിയാമോ? ഇതൊക്കെ ഇരുന്ന് പഠിച്ച് ഏതോ കാലത്ത് വായിച്ച് പഠിച്ചു മറന്നതൊക്കെ ദിവസങ്ങളോളം ഇരുന്ന് കഷ്ടപ്പെട്ട് എടുത്ത് എത്രയോ പേപ്പറുകളിലും ബുക്കുകളിലും എഴുതി റഫർ ചെയ്ത് പോസ്റ്റ് എഴുതി ഉണ്ടാക്കി ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക. ഇന്നലെ ഞാനിട്ട ഒരു പോസ്റ്റ് ഒരു 3:30-4 മണിയോടുകൂടിയാണ് വെളുപ്പിനെ ആ പോസ്റ്റ് ഇടുന്നത്. നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളോ അതല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളോ ഒന്ന് നോക്കിക്കേ. എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വസ്തുതയും ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിക്കുന്നത് നോക്കിക്കേ. 2018 കേരളത്തിൻ്റെ നവോത്ഥാന നായിക എന്ന് നമ്മുടെ കെജ്രിവാൾ സർക്കാർ എന്നെ തിരഞ്ഞെടുത്ത ഒരു അവാർഡ് തന്നിരുന്നു ഡൽഹിയിൽ വെച്ച്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കാൻ പോലും തയ്യാറായില്ല. കാരണം എന്താണ്? ഇതാണ് കാരണം. എതിരെ നിൽക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗമാണ്. അവരുടെ മതവികാരം വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്നതാണ്. അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് അവരെ പിണക്കി അവരുടെ മതവികാരത്തിന് മങ്ങലേൽപ്പിച്ചിട്ട് നമുക്ക് ഈ രാജ്യത്ത് സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകാമെന്ന് വിചാരിക്കരുത്. നമുക്ക് ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഇതാണ്: തന്തയ്ക്ക് വിളി, തെറി വിളി, പുലഭ്യം പറച്ചില്, ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കല്, ഏത് സമയത്തും കൊല്ലപ്പെടാവുന്ന രൂപത്തിൽ നിർഭയത്വം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരിക, ഇതൊക്കെയാണ് നമുക്ക് ലഭിക്കാവുന്നത്. ഒരു ദിവസം കൊണ്ടൊക്കെ വാടക വീട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ആ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊരു വീട്ടിൽ നിന്നും സകലതും കെട്ടിപ്പറക്കി വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോയി ഒന്ന് അടുക്കി പെറുക്കി വരുമ്പോഴേക്ക് നേരം വെളുക്കുമ്പോൾ വന്ന് പറയാണ്, അതെ നമുക്ക് പള്ളിയിൽ നിന്ന് നല്ല പ്രഷറുണ്ട്, നിങ്ങൾ ഈ വീട് മാറിത്തരണം.
ഇനി ഒരെണ്ണം നോക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാടാണെന്ന് നോക്കിയാൽ നമുക്ക്. കുട്ടികളുടെ സ്കൂള്, വണ്ടി, വഴി, വെള്ളം, വെളിച്ചം, ഹോസ്പിറ്റല്, ഇതൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ഒരു വീട് നമുക്ക് നോക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ വിമർശിച്ചാൽ മുസ്ലിങ്ങളിലെ ഇത്തരം വർഗീയതകളോ തീവ്രവാദങ്ങളോ വിഭാഗീയതകളോ രാജ്യദ്രോഹങ്ങളോ തുറന്നു പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും ഈ സമൂഹത്തിൽ നിന്ന്. മനസ്സിലായ? ട്രൂമാൻ, ശരി, പ്രതിരോധിക്ക്, നല്ല കൊടുക്ക് വെറുക്ക്, അത്രേ ഉള്ളൂ. അവര് നമ്മളെ പറയണത് കൊണ്ട് തന്നെയാണ് അവരുടെ ഉമ്മയും മക്കളും ഭാര്യയും സഹോദരങ്ങളും ഒക്കെ ഈ രൂപത്തിലാണ്. അതും ഇതുമൊക്കെ കാണിച്ചിട്ട് ആൾക്കാരോട് കണ്ണും കയ്യും കാണിച്ച് അവരുടെ കൂടെ കിടന്ന് പണമുണ്ടാക്കിയാണ് ഇവന്മാരും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയണത്. ഇവർക്ക് ഈ രൂപത്തിൽ തന്നെ മറുപടി കൊടുക്കണം. അപ്പോ തസ്ലീമ നസ്രിനും സൽമാൻ റുഷ്ദിയും ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് അവർക്ക് വധഭീഷണി നേരിട്ട് ഒരു രാജ്യത്ത് നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറേണ്ടി വരുന്നത്. അവരെ തെറി വിളിക്കും, തന്തയ്ക്ക് വിളിക്കും, കൊല്ലാൻ ശ്രമിക്കും, അവരുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കും. ഒരു രാജ്യത്തും ജീവിക്കാൻ അനുവദിക്കാതെ അവരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പെരുമാൾ മുരുകന് സ്വീകരണമുണ്ട്. കൽബുർഗിയുടെ പേരിൽ അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കും. സുധീന്ദ്ര കുൽക്കർണിയുടെ കരിയോയിൽ വീണ മുഖം പ്രൊഫൈൽ പിക്ചറാക്കും, ഹാഷ്ടാഗുകൾ ഇടും. അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അഭിപ്രായ പ്രകടനത്തിനു വേണ്ടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നമ്മൾ ഘോരമായി പെച്ചഞ്ഞിക്കും. കാരണം സൽമാൻ റുഷ്ദിയും തസ്ലീമ നസ്രിനും ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിച്ചത് സ്വന്തം മതത്തെ കുറിച്ചിട്ടുള്ള വസ്തുതകളായിരുന്നു. 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ സംബന്ധിക്കുന്ന വസ്തുതകളായിരുന്നു. ഞമ്മന്റെ മതത്തെ തൊട്ട് കളിച്ചാൽ ക്ഷമിക്കുവോ, സഹിക്കുവോ? നമ്മുടെ മതത്തിലെ ഇത്തരം ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും യുദ്ധക്കൊതിയും രക്തച്ചൊരിച്ചിലും പെൺവിഷയങ്ങളുമൊക്കെ ജനങ്ങളോട് പറയാൻ ശ്രമിച്ചാൽ ആ ഖുർആൻ എന്ന ഗ്രന്ഥവും ഇസ്ലാമിന്റെ അടിസ്ഥാനവും ഒരു ബഹുസ്വരതയ്ക്ക് തലവേദനയാണ് എന്ന് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യാൻ ശ്രമിച്ചാൽ, സ്വന്തം രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്താൻ ശ്രമിച്ചാൽ കൈയും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്നാൽ തലയും വെട്ടും. അതാണ് കിതാബിൽ പറയുന്നത്. 1, അവരെ നാട് കടത്തണം. 2, അവരെ കൊല്ലണം. 3, എതിർ ദിശകളിൽ നിന്നും അവരുടെ കൈകാലുകൾ ഛേദിക്കണം. ഖുർആൻ പറയുന്ന ശിക്ഷാരീതിയാണിത്. അള്ളാഹുവും നബിയും എന്താണോ പറഞ്ഞത് അത് അതുപോലെ അംഗീകരിക്കണം. എന്താണോ നിരാകരിച്ചത് അതിനെ കണ്ണടച്ച് അങ്ങനെ തന്നെ നിരാകരിക്കുകയും വേണം. ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുകയും വേണം. ഈ മതേതര രാജ്യത്ത് പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥമാണിത്. മനസ്സിലായ? പക്ഷേ നമ്മള് ഇപ്പൊ പറഞ്ഞ വേറെ കുറച്ച് ആളുകളുണ്ടല്ലോ, പെരുമാൾ മുരുകനാണെങ്കിലും കൽബുർഗി ആണെങ്കിലും സുധീന്ദ്ര കുൽക്കർണി ആണെങ്കിലും, ഇവരൊക്കെ ഏതു മതത്തെ സംബന്ധിച്ചിട്ടാണ് സംസാരിച്ചത്? ഹിന്ദു മതങ്ങൾക്കെതിരെ, ഹിന്ദു മത ദൈവങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ. അതുകൊണ്ടാണ് ഞമ്മന്റെ ആളുകൾക്ക് അവരെ തലയിലേറ്റണമെന്ന് തോന്നിയത്, നെഞ്ചിലേറ്റണമെന്ന് തോന്നിയത്. MF ഹുസൈനെ വാഴ്ത്തും, അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കും, അദ്ദേഹത്തിന് വേണ്ടി ലേഖനങ്ങൾ എഴുതും, അദ്ദേഹം വരച്ച ചിത്രങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ ഞമ്മക്കത് പറ്റും. മനസ്സിലായ? അതായത് ഖത്തർ പോലെ ഒരു രാജ്യത്ത് ഇദ്ദേഹത്തിന് അംഗീകാരം ലഭിക്കും, ഇദ്ദേഹത്തിന് ബഹുമതി ലഭിക്കും, പൗരത്വം ലഭിക്കും. കാരണം
MF ഹുസൈൻ ഇസ്ലാം എന്ന മതത്തെ തൊട്ടിട്ടില്ല. ഫ്രഞ്ച് മാസിക അങ്ങനെയല്ല ചെയ്തത്. ഷാർലി ഹെബ്ഡോ ചെയ്തത് എന്താ? പ്രവാചകന്റെ കാർട്ടൂൺ ചിത്രം, അതൊരു ഹാസ്യമാസികയാണ്, വാരികയാണ്. നമ്മുടെ മുത്തിന്റെ ചിത്രം വരച്ചാൽ നമ്മൾ സഹിക്കോ? നിഴല് പോലും ഇല്ല പ്രവാചകന് എന്നാ പഠിപ്പിക്കപ്പെടുന്നത്. സഹിക്കത്തില്ല. അപ്പോ MF ഹുസൈൻ വരച്ചത് ഹൈന്ദവ ദേവതകളുടെ നഗ്നചിത്രങ്ങളല്ലേ? അത് ഞമ്മക്കൊരു പ്രശ്നമാണോ? അന്യമതസ്ഥരെ വെറുക്കാനും അവഹേളിക്കാനും അന്യമതക്കാരന്റെ കഴുത്തു വെട്ടാനും പഠിപ്പിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ പ്രബല പ്രമാണമായ ഒരു കൽപ്പന, ഖുർആനിന്റെ ഒരു അധ്യാപനം ജീവിതത്തിൽ പകർത്താനും ലോക ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും ശ്രമിച്ചു എന്ന ഒരു 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 ആത്മനിർവൃതിയുണ്ട് MF ഹുസൈനെ സംബന്ധിച്ചിടത്തോളം ഖത്തറിന്റെ നിരീക്ഷണത്തിന്. ഇനിയും ഗാസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് കണ്ണുനീരുണ്ട്, അവർക്ക് വേദനകളുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് പേരൻസ് ഉണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന പേരൻസിന് വേദനയുണ്ട്, ആ സ്ത്രീകൾക്ക് വല്ലാത്ത വേദനയാണ്, വൃദ്ധരുണ്ട്, രോഗികളുണ്ട്. അവരുടെ കണ്ണുനീരിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഉപ്പുരസമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ കവിതകൾ എഴുതും. സോഷ്യൽ മീഡിയയിൽ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടി ഐക്യദാർഢ്യം സംഘടിപ്പിക്കും. അവർക്ക് വേണ്ടി നിരന്തരം ഞങ്ങൾ പോരടിച്ചു കൊണ്ടിരിക്കും. അവരുടെ മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി നെഞ്ചിലിടിച്ച് നിലവിളിക്കും. ഏതവനെയും തന്തയ്ക്ക് വിളിക്കും അവർക്ക് വേണ്ടി. സിറിയയില് ബോംബ് പൊട്ടി മരിക്കുന്ന ആളുകൾ, ഏത് സിറിയ മിണ്ടാതിരിക്കവിടെ, യമനില് മിസൈലുകൾ വന്ന് പതിച്ചിട്ട് ഒരുപാട് ആളുകൾ സിറിയയിൽ മരിക്കുന്നുണ്ടല്ലോ, മിണ്ടാതെ. അത് ചെയ്യുന്നതും ചെയ്യപ്പെടുന്നതും നമ്മുടെ ആൾക്കാരല്ലേ. കൊല്ലുന്നതും അല്ലാഹു അക്ബർ വിളിച്ചിട്ടാണ്, കൊല്ലപ്പെടുന്നവരും വിളിക്കുന്നത് അല്ലാഹു അക്ബർ എന്നാണ്. പിന്നെ ഇപ്പൊ അതിനകത്ത് പറയാനെന്തിരിക്കുന്നു? ഗാസയിൽ ബോംബിടുന്നത് ഇസ്രായേലാണ്, യമനിൽ ബോംബിടുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അതുകൊണ്ട് യമനിലെ കുട്ടികളുടെ മനുഷ്യാവകാശം നമ്മൾ സംരക്ഷിക്കണ്ട. കാരണം സൗദി ഞമ്മന്റെ ആളുകളാണ്. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിനെ ന്യായീകരിച്ച് കൈയായിരുന്നില്ല വെട്ടേണ്ടിയിരുന്നത് തലയായിരുന്നു എന്ന് പറഞ്ഞ മദനിയെ അടക്കം നമ്മൾ കണ്ടു. ആ കൈ വെട്ടിയ ആളുകൾ ചിരിച്ചുകൊണ്ട് വിലങ്ങണിയിച്ച് ഫേസ്ബുക്കില് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടു. ഇതിന്റെ പേരാണ് മതേതരത്വം. മനസ്സിലായ? ഇവരെ ഭയപ്പെട്ട് ഇടതനും വലതനും ഇവരെ അനുനയിച്ച് മുന്നോട്ട് പോകുകയാണ്. ഇവർക്ക് RSS എവിടെയെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ, ന്യായീകരിക്കുന്നതല്ല കേട്ടോ, ശിവസേന ചെയ്യട്ടെ, അതിനെ നമ്മൾ തെരഞ്ഞു പിടിച്ച് കുത്തിപ്പൊക്കി കൊണ്ടുവരും. അതിനെ അപലപിക്കേണ്ടതാണ്, ജനങ്ങൾ അറിയേണ്ടതാണ്, അതിനെ എതിർക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ഏകപക്ഷീയമായിട്ട് മാത്രമേ ചലിക്കുന്നുള്ളൂ. ഇപ്പോ VP രജനി എന്നാണ് ഇംഗ്ലീഷിൽ നിന്ന്, റജീന എന്നാണ്. ഫേസ്ബുക്കിൽ ഒരുപാട് ആളുകൾ അവരുടെ മുഖം വെച്ചിട്ട് തന്നെ, ഫേക്ക് ID ഒന്നുമല്ല, റിയൽ ID-യിൽ തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് വസ്തുതകൾ എഴുതുന്നുണ്ട്. ഇപ്പം ഞാനിടുന്ന പോസ്റ്റിൻ്റെ ഒക്കെ താഴെ വരുന്ന കമൻറ്റുകളിൽ ഏതാണ്ട് 80% എന്നെ അനുകൂലിക്കുന്ന ആളുകളാണ്. പ്രതികൂലിക്കുന്നത് തുച്ഛം ആളുകൾ മാത്രമേ ഉള്ളൂ. അതായത് അത്രയും ആളുകൾക്ക് സത്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ കുറച്ച് ആളുകൾ മൗനികളായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെ തെറി പറഞ്ഞ്, അനാവശ്യങ്ങൾ പറഞ്ഞ്, ലൈംഗികത പറഞ്ഞ് ഇങ്ങനെ മാനസികമായി അധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ കുണ്ടനടികളും ബാലികാ പീഡനങ്ങളും സ്ത്രീ പീഡനങ്ങളും സ്ത്രീ വിരുദ്ധതകളെ സംബന്ധിക്കുന്ന ഖുർആനിലുള്ള ആശയങ്ങളും ഉസ്താദുമാരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഉള്ള പ്രസംഗങ്ങളും ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് ജനങ്ങളിൽ നിന്നും എങ്ങനെ
ഒളിപ്പിച്ചു വെക്കാം എന്ന് ശ്രമിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോ ഫറൂഖ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ടൊരു നിയമമാണ്. അവിടെ പഠിക്കാൻ വന്നാൽ മതി, മര്യാദയ്ക്ക് പഠിച്ചോണം, പൊയ്ക്കോണം. പക്ഷേ വേറെ ഏതെങ്കിലും കോളേജിലാണെങ്കിലോ, കേരളോർമ്മ കോളേജോ പ്രൊവിഡൻസി കോളേജിലോ ഒക്കെ ആണെങ്കിലോ അവിടെ വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, മൗലിക സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ട്. ഫറൂഖ് കോളേജിൽ നമ്മുടെ ചിട്ടയനുസരിച്ച് പഠിക്കാൻ വരുന്നവർ പഠിച്ചാൽ മതി, അതൊരു കലാലയമാണ്. അപ്പോ മറ്റേ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയം അവിടെ ഇല്ല. മനസ്സിലായോ? അതായത് നമ്മുടെ നാട് ഭൂരിപക്ഷം ആരാണോ അവരോടൊപ്പം നിൽക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനത. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വേണ്ടി മുറവിളി കൂട്ടുന്ന നമ്മുടെ നാട്ടിലെ ഇടതനും വലതനും കേരള സ്റ്റോറിക്ക് വേണ്ടി മിണ്ടില്ല. ഇപ്പോ BBC ഇറക്കിയ ഒരു ഡോക്യുമെന്ററി നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്നത്, അതിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും വാനോളം നമ്മൾ കാണും. കാശ്മീർ ഫയൽസിൽ കാണത്തില്ല. കാര്യം മനസ്സിലായില്ലേ? MF ഹുസൈൻ സരസ്വതി ദേവിയുടെ നഗ്ന ഫോട്ടോ വരച്ച സമയത്ത് അയാളെ വിളിച്ച് പാരിതോഷികം കൊടുത്തു. ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ തറച്ച ഒരു ടാബ്ലോ കാണിച്ച സമയത്ത് കമ്മികള് വലിയ സന്തോഷത്തിലായിരുന്നു. സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്ത് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു നോവലിസ്റ്റ് എഴുതിയത് കണ്ടില്ലേ? അവര് ആണുങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുകയാണെന്നോ വേറെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പുരസ്കാരം. നമ്മുടെ നാട്ടിലെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഡെഫിനിഷനേ ഉള്ളൂ: ഇസ്ലാം മതത്തെ തൊടരുത്, മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കണം എന്നതാണ് പ്രധാനമായി വേണ്ടത്. 2, ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ മെക്കിട്ട് മാക്സിമം കയറുക, അവരെ ദ്രോഹിക്കുക. ഇപ്പോ നമുക്ക് പേരിൽ എന്താണ് കാര്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെയോ ഇട്ട് തന്നതാണ് പേര്. ആ പേര് തീർച്ചയായിട്ടും മതവുമായി ബന്ധപ്പെട്ട ഘടകവുമുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് മതം വേണ്ട. എന്താണ് പിണറായി വിജയൻ തന്റെ മകൾക്ക് റുക്കിയ എന്ന് പേരിടാത്തത്? എന്താണ് ക്രിസ്റ്റീന ജോൺ എന്ന് പേരിടാത്തത്? അതായത് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തില് മതബോധം നമ്മളിടുന്ന പേരുകളിൽ, നമ്മുടെ സംസ്കാരങ്ങളിലൊക്കെ വരും, സ്വാഭാവികമാണത്. പക്ഷേ നമുക്ക് ഈ വിഷയത്തിൽ മൈത്രേയന് മതമില്ല എന്ന് പറയാം. ഒരു മതത്തിന്റെയും പേരല്ല ഇട്ടത്. കനി കുസൃതി മകൾക്ക് പേരിട്ടത്. നമുക്ക് അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനത്തിനെ അഭിനന്ദിക്കാം. കാരണം അവര് മതമില്ലാതെ ഇന്റർകാസ്റ്റ് മാരേജ് പ്രകാരം വന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള യുക്തിവാദികളാ. മകൾക്ക് പേരിട്ടു മനുജ മൈത്രി. ഇനി നമ്മുടെ മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ മകന് റസാഖ് എന്ന് പേരിടുവോ? ജബ്ബാർ എന്ന് പേരിടുമോ? മുഹമ്മദ് എന്ന് പേരിടുമോ? ആന്റണി എന്ന് പേരിടുവോ? ഇല്ല. അത് അരുൺകുമാർ ആകണം. പിണറായിയോ കോടിയേരിയോ ആരെങ്കിലും. ഇത് പേരൊരു മതപ്രശ്നമാണ് എന്ന് വരുന്നത് കൊണ്ട്, ഇതൊരു പൊതുബോധം ഇതിനകത്ത് ബാധിക്കുന്നു എന്ന് ചില ആളുകൾ പറയുന്നത് കൊണ്ട് ചോദിക്കുന്നതാ. കാരണം നിങ്ങൾ എന്താണ് പേര് മാറ്റാത്തത്, നിങ്ങൾക്ക് പേര് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ വളരെ ഉത്തരം പോലും നൽകണ്ടാത്ത കാര്യങ്ങളാണ്. കാരണം നബിയോട് ഒരുപാട് ആളുകൾ വന്നിട്ട് മതം മാറി വന്നിട്ടുണ്ട്. ഉസ്മാനൊക്കെ മതം മാറി വന്നവരാ, ഉമർ മതം മാറി വന്നവരാ, അവരാരും പേര് മാറ്റിയിട്ടില്ല. അപ്പോ MF ഹുസൈൻ എന്ന ലോക പ്രസിദ്ധ ചിത്രകാരൻ, അദ്ദേഹം ജീവിതത്തില് മതം അനുഷ്ഠിച്ച ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹിന്ദു ദേവതകളെ വരച്ച സമയത്ത് അദ്ദേഹത്തിന് ഇസ്ലാം മതം ഇനി അദ്ദേഹം അനുഷ്ഠിച്ചാലും ശരി അനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ശരി അദ്ദേഹത്തിന് മുസ്ലിങ്ങളുടെ മനസ്സിൽ നല്ല സ്ഥാനമാനങ്ങളാണ്. കാരണം എന്താ? ഹിന്ദു ദേവതകളെ അപമാനിച്ചു. സോഷ്യൽ മീഡിയയിൽ ഒരാള് നിരന്തരം ഇസ്ലാമിനെ അവഹേളിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ ഇടയ്ക്ക് അവര് എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നു. അവരെ കൊണ്ടുപിടിച്ചങ്ങ് പൊക്കിയെടുത്തു. കാര്യം മനസ്സിലായി. ഇനി അവര് വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി
ഇസ്ലാമിന് പ്രഹരമേൽപ്പിക്കുന്ന ഒരാൾക്ക് ഒരു സ്ക്രാച്ച് എങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അതിനെ അവർ പൊക്കിയെടുക്കും. മനസ്സിലായ? അപ്പോ നമ്മുടെ നാട്ടില് ആ രൂപത്തില് ഒരു പ്രത്യേക മതേതരത്വം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വളർന്നു വരുന്നുണ്ട്. ഇസ്ലാം മതത്തെ പ്രീണിപ്പിക്കുക, കാരണം അവര് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഏറെ വേഗത്തില് ഭൂരിപക്ഷമായി കൊണ്ടിരിക്കുവാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര കൊല്ലമാണ് ഇവര് ഒന്ന് പിടിച്ചു വരാന്? 2047 പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അല്ലേ തിഹാർ ജയിലിൽ പോയി ഡയപ്പറിൽ കിടക്കുന്നത്? അപ്പോ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രതികരിക്കുക എന്ന് പറഞ്ഞാല് കുറച്ച് കുറവാണ്, ആർജവം കുറവാണ് അവർക്ക് പല വിഷയങ്ങളിലും. പ്രത്യേകിച്ച് എതിർഭാഗത്ത് നിൽക്കുന്നത് മുസ്ലിങ്ങളാ. അയ്യോ മതേതരത്വം കെട്ടുപോകും, നമ്മൾ പ്രതികരിച്ചാല് നമ്മളെ നാളെ എങ്ങനെയാണ് ഇവര് കാണുന്നത്, നമുക്കിനി നാളെ ഇവരുടെ മുഖത്ത് നോക്കണ്ടേ, നമുക്ക് പിന്നീട് ഇവര് നമ്മളെ തെറി പറയും, നമ്മുടെ കുടുംബത്തെ തെറി വിളിക്കും, നമ്മളെ ഭീഷണിപ്പെടുത്തും, നമ്മുടെ വീടുകളിൽ വരും, പിന്നീട് സമാധാനമില്ലാത്ത ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ ഒരുപാട് ഹിന്ദു നേതാക്കളെ എനിക്കറിയാം, ക്രിസ്ത്യൻ നേതാക്കളെയും എനിക്കറിയാം. നമ്മളോട് എന്താ പറയാന്നറിയാമോ? നിങ്ങൾ പറയുന്നത്ര ധൈര്യത്തോടു കൂടി പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല. എത്രയോ സദസ്സുകളിൽ ഞാനുമായിട്ട് ആ വിഷയത്തിൽ പല നേതാക്കളും തർക്കിച്ചിട്ടുണ്ട്. സഹി കെടുന്ന സമയത്തു മാത്രമേ ഹിന്ദുക്കൾ പ്രതികരിക്കൂ. അത് ഇന്നും ഇന്നലെയുമല്ല, ചരിത്രാതീത കാലം മുതൽക്കേ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോ നമുക്കറിയാം, ഈ ബാബരി മസ്ജിദിന്റെ ഒക്കെ ഗവേഷക സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുണ്ടല്ലോ, ഗ്യാൻവാപ്പിയുടെയും ഉണ്ടായിരുന്നു KK മുഹമ്മദ്. അദ്ദേഹവും പറയുന്നുണ്ട് ഇത് തന്നെ, ഹിന്ദുക്കൾ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരാണ്, അവരങ്ങനെ പെട്ടെന്നൊന്നും പ്രതികരിക്കുന്നവരല്ല ഒരു വിഷയത്തിലും. ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ബൈബിള് കത്തിച്ച ഒരു മുഹമ്മദ് യൂസഫ്, ഇവിടെ ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കണമെന്നല്ല പറഞ്ഞു വന്നത്, അറ്റ്ലീസ്റ്റ് ഒരു പ്രതികരണം പോലും. ഇവരൊരു നനഞ്ഞ ഓലപ്പടക്കം പോലെ അങ്ങനെ പെട്ടെന്ന് കയറി പ്രതികരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എങ്ങനെ ഇപ്പൊ ഇവര് കാണുക? ഇവരെന്തെങ്കിലും മതവട്ടന്മാരെന്തെങ്കിലും ഒക്കെ അങ്ങ് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ സമാധാനം നമ്മൾ കളയണ്ട, നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ആരാധനകളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം, അവരവരുടെ വഴിക്കും പോട്ടെ എന്നൊരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. 1906 ഈ മതവട്ടന്മാരെല്ലാം കൂടി ഇസ്ലാമിക രാജ്യം എന്ന സ്വപ്നത്തിന് വേണ്ടിയാണ് ഒരു വർഗീയ പാർട്ടി രൂപീകരിക്കുന്നത്. അതിന്റെ പേരാണ് മുസ്ലിം ലീഗ്. എത്രയാ? 1906 കേട്ടോ, 1906. 1915 മറ്റൊരു പാർട്ടി വരുന്നു, ഹിന്ദു മഹാസഭ. മുസ്ലിം ലീഗ്, അതിനകത്ത് വർഗീയത ഇല്ലെന്നാണ് പറയണത്. മുസ്ലിം എന്ന് പറയുന്നത് തന്നെ ഒരു വർഗമാണ്, ഒരു സമുദായമാണ്, ഒരു മതവിഭാഗമാണ്. ഇരിക്കട്ടെ, അത്രയും വർഷമെടുത്തു. 1915 നമുക്കും ഒരു സംഘടിത രൂപം വേണം എന്നിവര് ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഹിന്ദു മഹാസഭ. ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവും ലജ്ജ, പർദ, ബിഷപ്പിന്റെ പീഡന കാർട്ടൂണ്, ഭാഷാപോഷണിയിലെ ചിത്രം, ജോസഫ് മാഷിന്റെ ചോദ്യ പേപ്പർ, മതവിശ്വാസികളെ അവഹേളിക്കുന്ന രൂപത്തിലുള്ള വിമർശനങ്ങള്, സീതാദേവിയെയും ദുർഗാദേവിയെയും നഗ്നയാക്കി വരയ്ക്കുന്നത്, അയ്യപ്പനെ തെറി വിളിക്കുന്നത്, ഗണപതിയെ മിത്തായി ചിത്രീകരിക്കുന്നത്, മീശ എന്ന നോവല്, പെരുമാൾ മുരുകന്റെ പുതിയ നോവല്, ഇതൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഹിന്ദുക്കളെ അവഹേളിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഹിന്ദുക്കളുടെ മേലെ കുതിര കയറാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും വേണം. നമ്മൾ ഈ പറഞ്ഞ എല്ലാ ആളുകളെയും എല്ലാ രൂപത്തിലും സുഖിപ്പിച്ചതും പിന്തുണ കൊടുത്തതും സഹായിച്ചതും സഹകരിച്ചതും പൊക്കിക്കൊണ്ട് നടന്നതുമെല്ലാം മുസ്ലിം മതവിഭാഗങ്ങളാണ്. അതായത് കേരളത്തിന്റെ കപട മതേതരവാദികൾക്ക് ഇപ്പോഴും ഇടതന്റെയും വലതന്റെയും ഇരട്ടത്താപ്പുകൾ ബോധ്യപ്പെട്ടിട്ടില്ല.
ജനങ്ങളെ മതത്തിന്റെ പേരിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ഇത്തരം സംഭവ വികാസങ്ങൾ ഈ കേരളക്കരയില്. ഒരു വിശ്വാസത്തെ മാത്രം, ഒരു മതവിഭാഗത്തെ മാത്രം തെരഞ്ഞു പിടിച്ചക്രമിക്കുമ്പോൾ അവര് തിരിച്ചൊന്നും പറയില്ല, പ്രതികരിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ മതവിഭാഗത്തിന്. ഓരോ കാലഘട്ടം കഴിയുമ്പോഴും സ്വാഭാവികമായ പ്രതിപ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഇതുവരെ നിങ്ങൾ ആക്ഷനിലൂടെ മുന്നോട്ട് പോയി, ഇനിയും ഒരു റിയാക്ഷൻ ഉണ്ടാകും. സഹി കിടുമ്പോൾ മഞ്ഞച്ചേര ഉണ്ടല്ലോ, ചേര കടിക്കില്ല എന്നല്ലേ പറയുന്നത്. സഹി കെട്ട് കഴിഞ്ഞാൽ മഞ്ഞച്ചേര മലർന്ന് കടിക്കും. മഞ്ഞച്ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല എന്നാ പറയാ, ഇംഗ്ലീഷിലുണ്ടാവും. അന്ന് മലയാളത്തില് മരുന്നേ ഉള്ളൂ, ആയുർവേദമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും, പച്ചില മരുന്നുകളൊക്കെ ആയിരിക്കും. സഹി കിടുന്നവന്റെ പ്രതികരണമുണ്ടല്ലോ, അത് അങ്ങേയറ്റമായിരിക്കും. അവനെ തടയാൻ പറ്റില്ല. ക്ഷമിക്കുന്നവരങ്ങനെയാണ്. ക്ഷമയുടെ നെല്ലിപ്പടി എത്തിക്കഴിഞ്ഞാൽ അവരൊരു പ്രതികരണമുണ്ട്, പിന്നീട് അവരെ പിടിച്ചാൽ കിട്ടത്തില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യവും മതേതരത്വവും സഹിഷ്ണുതയും ഒക്കെ ഒരു മതവിഭാഗത്തെ മാത്രം ചവിട്ടി താഴ്ത്താനും അവഹേളിക്കാനും വിമർശിക്കാനും അപഹസിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ പ്രതിപ്രവർത്തനം ഉണ്ടാകും എതിർഭാഗത്ത്.